ഞങ്ങൾ അറേഞ്ച് മാരേജ് ആണോ ചോദിച്ചാൽ അറേഞ്ച് മാരേജ് ആണ്. പക്ഷേ ഞങ്ങൾ അതിലേറെ ലവ് മാരേജ് ആണ് ഞങ്ങളിപ്പം ഫോളോ ചെയ്യുന്നത്. കാരണം ഏകദേശം 1 വർഷമായിട്ട് ഞങ്ങൾ നന്നായിട്ട് അറിയാം. ഞങ്ങൾ നല്ല ക്ലോസ് ആണ്, അമ്മുമായിട്ട് നല്ല ക്ലോസ് ആണ്. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി ഹാപ്പിയാണ്. About silent conversations, the ones held between tucking hair behind the ears and the tracing of our collarbones. I tell them that neither one of us has ever been in a castle, but we're both each other's fortress. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. സ്ത്രീയെ എനിക്ക് നിനക്കുമെന്ത്? എന്റെ സമയം ഇനി ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവീനെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നതരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന. നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. വിശുദ്ധ സഭയിൽ വിവാഹകൂദാശ സ്ഥാപിച്ച സത്യമണവാളനായ ഞങ്ങളുടെ ദൈവമായ മിശിഹായെ നിന്റെ കൃപയാൽ ഇവളുടെ വിവാഹത്തിന് നീ മധ്യസ്ഥനായിരിക്കണമേ. ഈ നിന്റെ ദാസിക്ക് വിട്ടുപിരിയാത്ത വാഴ്വും സഹായവും ജീവിത വിശുദ്ധിയും
ദൈവഭക്തിയും നൽകണമേ. ഇവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകനെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ തിരുസാന്നിധ്യത്താൽ ഇവരുടെ ജീവിതത്തെ അലങ്കരിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബത്തിലെ പോലെ സ്നേഹവും ത്യാഗവും ആനന്ദവും സമാധാനവും വിശുദ്ധിയും നിറഞ്ഞ കുടുംബജീവിതം നീ ഇവർക്ക് നൽകണമേ. പരസ്പര വിശ്വാസവും സഹകരണ ബുദ്ധിയും ഇവർക്ക് പ്രദാനം ചെയ്യണമേ. അബ്രഹാമിനെ പോലെയും സാറായെ പോലെയും ഇവർ നിന്റെ സൃഷ്ടികർമ്മങ്ങളിൽ പങ്കാളികളായി തലമുറകൾക്ക് ഭാഗ്യമുള്ളവരായി തീരണമേ. കർത്താവേ, ഇരു കുടുംബങ്ങളെയും നീ വാഴ്ത്തണമേ. ഈ വിവാഹം വഴി ഇരു കുടുംബങ്ങളും സന്തോഷത്തിലും ഐക്യത്തിലും വർദ്ധിക്കണമേ. ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ദാസന് നിന്റെ കൃപ അനുഭവിക്കാനിടയാക്കണമേ. അദൃശ്യമായിരിക്കുന്ന നിന്റെ തൃക്കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ സ്ലീവായാൽ കാത്തു സൂക്ഷിച്ച് ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. ഈ വിവാഹത്തിനടുത്ത് വന്നിരിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ചാർച്ചക്കാരും ബന്ധുക്കളുമായി എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ യാത്രയിൽ കൂടെയായിരിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന വരനെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും നീ സംരക്ഷിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സന്നിഹിതനായ കർത്താവേ, ഇവരുടെ വിവാഹ ആശീർവാദത്തിലും ആഘോഷത്തിലും നീ കൂടെയായിരിക്കണമേ. എല്ലാവിധമായ ആവശ്യങ്ങളും നീ മുൻകൂട്ടി കണ്ട് കുറവുകൾ പരിഹരിക്കണമേ. ആയത് കാനായിലെ കല്യാണ വിരുന്നിൽ സന്നിഹിതരായിരുന്നു കൊണ്ട് ആ ഭവനത്തിൻ്റെ ആവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയത്തിൻ്റെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ തന്നെ പരിശുദ്ധ അമ്മേ മറിയമേ, കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ മധ്യസ്ഥത, അവിടുത്തെ കുറവുകളൊക്കെയും അവിടെ നിന്ന് നിറവുകളാക്കി തീർത്തതുപോലെ ഈ മകളുടെ ജീവിതത്തിലെ ഈ കുടുംബത്തിലെ കുറവുകളെ ഒക്കെയും നിന്റെ മധ്യസ്ഥതയാൽ നിറവുകളാക്കി പരിവർത്തനം ചെയ്യണമേ. എത്രയും ദയുള്ള മാതാവേ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകും. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെയും നിങ്ങളുടെ നരേതനെയും കർത്താവായ യേശുവിനെ ആശ്വസിപ്പിക്കുന്നവർക്കുമാറായ കർത്താവെ, ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവ അംഗീകരിക്കപ്പെടുമായിരുന്നു. You look so wonderful in your dress. I love your hair like that. The way it falls on the side of your neck, down your shoulders and back. We are surrounded by all of these lies and people that talk too much. You got the kind of look in your eyes as if no one knows anything but us. Should this be the last thing I see? I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. I'm so in love, so in love, so in love, so in love. You look so beautiful in this light, your silhouette over me. The way it brings out the blue in your eyes is the Tenerife Sea. And all of the voices surrounding us here, they just fade out when you take a breath. Just say the word and now we'll disappear into the wilderness. Should this be the last thing I see? I want you to know it's enough for me. 'Cause all that you are is all that I'll ever need. I'm so in love, so in love, so in love, so in love.
I want you to know it's enough for me, 'cause all that you are is all that I'll ever need. So in love, so in love, so in love, 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 so in love. You look so wonderful in your dress. I love your hair like that. And in the moment I knew you better. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുടെ നീക്കും. അത്യുന്നതമാം സർവ്വലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുടെ നീക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായും ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന് നന്മയ്ക്കും വേണ്ടി കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പാപായും പുത്രനും റൂഹാൽപതിശായുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അടുക്കൽ മാന്ത്രികമാകുന്നു, അവളുടെ മേലേക്ക് പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയും ആയിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സഖ്യയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വായിക്കാൻ പുത്രനും മൃഗാകുതിശായിക്കും സ്തുതിയും. ആദ്യം മുതൽ എന്നേക്കും ആമേൻ.
നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്റെ തലമണവാദിയായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും നിരന്തരം മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിൻ്റെ നാഥന സൃഷ്ടാവമാകുന്നു. പാവായും പുത്രനും മൃഹാദൃശ്യമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും സമർത്ഥനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പാവായ പുത്രനും മൃഹാദൃശ്യമായ സർവേശ്വര എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെ ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന് രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിസ്ഥിതി ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെ മാതാവിനെ വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പുതിയൊരു കീർത്തനമായി മധുരൊഴുകട്ടെ തിരുമുമ്പിൽ
മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പരിസയർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശെ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, വേഷാപത്രം കൊടുത്തവളെ ഉപേക്ഷിക്കുവാൻ മോശെ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശെ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയിലെ ആരംഭം മുതലേ ദൈവം അവരെയും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടെല്ലാം ഒരു ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ അഖിലും ജോളിയും ഇന്ന് വിവാഹിതരാകുന്ന ഈ നിമിഷത്തിൽ നമുക്കിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതം ദൈവാനുഗ്രഹപ്രദമാകുന്നതിന്, ഫലദായകമാകുന്നതിന്, ദൈവം സ്ഥാപിച്ച കുടുംബം ദൈവഹിതം നിറവേറ്റി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബം ദൈവത്താൽ സ്ഥാപിതമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തിരുവചനങ്ങൾ ഉൽപ്പത്തി മുതലുള്ള ഓരോ പുസ്തകത്തിലും, വിശുദ്ധഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളിലും കുടുംബത്തെക്കുറിച്ച്, ദൈവസ്ഥാപിതമായ കുടുംബത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവം ആദത്തിന് ഇണയായിട്ട് അവയെ അവൻ്റെ ഭാര്യയിൽ നിന്ന് എടുത്ത് സൃഷ്ടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ തന്നെയായിരിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷൻ തന്നെയായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഇണയായിട്ട് അവയെ നൽകുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. അങ്ങനെ ദൈവത്താൽ സ്ഥാപിതമായ ഈ കുടുംബം വിശുദ്ധഗ്രന്ഥത്തിൽ നമുക്ക് ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യന് ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ പുരുഷന്റെ വാര്യയിൽ നിന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുക്കുകയാണ്. മനുഷ്യനിൽ നിന്ന് എടുത്ത വാര്യല് കൊണ്ട് അവിടെ നിന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെടുന്നു. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒരു ശരീരമായി തീരും. ഉൽപ്പത്തിയുടെ പുസ്തകം തന്നെ വളരെ വ്യക്തമായി ദൈവത്താൽ സ്ഥാപിതമായ കുടുംബത്തെക്കുറിച്ചും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. സുഭാഷിത കർത്താവ് ഉത്തമയായ ഭാര്യയെക്കുറിച്ച് പറയുന്നു. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കുവാൻ ആർക്ക് സാധിക്കും? അവൾ രത്നത്തേക്കാൾ അമൂല്യത്തെ. കർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വാസം അർപ്പിക്കുന്നു. അവൾ രത്നത്തേക്കാൾ അമൂല്യമാണ്. പക്ഷെ നമ്മൾ ആർക്കാണ് വില കൽപ്പിക്കുന്നത്? രക്തത്തിനാണോ അതോ ഭാര്യയ്ക്കാണോ? ഇനിയും സ്ത്രീകൾ തന്നെ, അല്ലെങ്കിൽ ഭാര്യ തന്നെ വില കൽപ്പിക്കുന്നത് താൻ അണിയുന്ന ആഭരണങ്ങൾക്കാണോ അതോ തൻ്റെ ഭർത്താവിനാണോ? ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 800 രൂപ സ്വർണത്തിന് കൂടി, അല്ലേ? ഇനിയും കൂടുമായിരിക്കും. പക്ഷേ ഈ സ്വർണമാണോ നമ്മുടെ ശരീരത്തിൻ്റെ അഴക്, അതോ ആന്തരിക വ്യക്തിത്വമാണോ? ഒരു ഒരു സ്ത്രീയുടെ അലങ്കാരം ആന്തരിക വ്യക്തിത്വമാണോ അതോ ബാഹ്യ മോടികളാണോ?
800 രൂപ കൂടിയാലും ദിവസം പ്രതി കൂടിയാലും നമ്മൾ ആ മഞ്ഞ രോഗത്തോടുള്ള കമ്പം മട്ടും കുറയ്ക്കുമോ എന്ന് അറിയില്ല. എന്തു തന്നെയായിരുന്നാലും തിരുവചനം വളരെ വ്യക്തമായി നമ്മൾ പറയുകയാണ്, രത്നത്തേക്കാൾ അമൂല്യമാണ് ഒരു സ്ത്രീ ആയിരിക്കണം, ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭാര്യ രത്നത്തേക്കാൾ സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതായിരിക്കണം. സ്വർണത്തേക്കാൾ അല്ലെങ്കിൽ രത്നത്തേക്കാൾ വിലപിടിപ്പുള്ള ആകണമെങ്കിൽ തീർച്ചയായിട്ടും അവളിൽ ഈ ബാഹ്യമോടികളല്ലാതെ മറ്റു ചിലത് ഉണ്ടാവണം, ആന്തരിക വ്യക്തിത്വം ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് നമുക്ക് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഉപമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്. എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. അവളുടെ അധ്വാനത്തെ വിലമതിക്കും. അവളുടെ പ്രവർത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായി തീരട്ടെ. അപ്പോൾ ഉത്തമ ഭാര്യയുള്ളവൻ ഭാഗ്യവാനാണ് എന്ന് തിരുവചനം പറയുന്നത്. ഉത്തമയായ ഭാര്യയുള്ളവൻ, പ്രഭാഷകൻ വീണ്ടും പറയുകയാണ്, സുഭാഷിത കർത്താവ് പറഞ്ഞതാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. എന്നാൽ പ്രഭാഷകൻ വീണ്ടും പറയുന്നു, ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാനാണ്, അവൻ്റെ ആയുസ് ഇരട്ടിക്കുന്നതാണ്. അവൻ്റെ ആയുസ് ഇരട്ടിക്കും, ഭർത്താവിൻ്റെ ആയുസ് ഇരട്ടിക്കുന്ന ഭാര്യ ഉത്തമയായ സ്ത്രീയാണ്. മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിലൊന്നാണ് അവൾ. അപ്പോൾ തീർച്ചയായിട്ടും മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കേണ്ടവനാണ് ഭർത്താവ്. മിശിഹ സഭയെ സ്നേഹിച്ചത് നമ്മൾ ഈ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അവസാനം പീഡാനുഭവ ആഴ്ചയിൽ നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. മിശിഹ സഭയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു, കുരിശിൽ ബലിയായി, യാഗമായി, അവസാനത്തുള്ള രക്തം വരെ ചിന്തി. അപ്പോൾ മിശിഹ സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനിവിടെ സമർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ പെസഹ ത്രിദിനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചത്. അശിഷ ആഴ്ചയിൽ നമ്മൾ ഈ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും അവിടുത്തെ മരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ കബറടക്കത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും ഒക്കെ ധ്യാനിക്കുമ്പോൾ ഇപ്രകാരം വധുവായ സഭയെ വീണ്ടെടുക്കുവാനായിട്ട് വരനായ മിശിഹ തന്നെ സമർപ്പിക്കുകയുണ്ടായി. കാൽവരിയിൽ കുരിശിൽ ബലിയായി, യാഗമായി തീരുകയുണ്ടായി. എപ്രകാരം വരൻ വധുവിനെ സ്നേഹിക്കണമെന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അപ്പോൾ സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. എന്നാൽ ഈ സ്നേഹം അധിഷ്ഠിതം, അവശ്യം അടങ്ങിയിരിക്കുന്നത് ത്യാഗത്തിലാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയെ സമാധാനം ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നെറ്റികിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ബാബായും പുത്രനും മൃഗാപതിശായുമായ സർവേശ്വരായ നയിക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്ന ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെയും സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശയോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പ്രഭാവന സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. ബാബായ പുത്രനും മൃഗാതിശായുമായ സർവേശ്വരായ നയിക്കും. ഐസക് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അന്നയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അന്ന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഐസക്കിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുന്നു. ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും
കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ ഈ ഭാഗത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ പതിവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലിയും ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലിയും അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശുവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പാവായുടെയും പുത്രന്റെയും റുഹാകുദിശായുടെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിരമളവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. I will fight for you. I always do until my heart is black and blue. I will stay with you. We'll make it to the other side like lovers do. I'll reach my hands out in the dark and wait for yours to enter like I wait for you. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധ റൂഹായുടെ കൃപവരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ ദൈവം സമൂഹത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവരുടെ കുടുംബജീവിതം ഇന്ന് ആരംഭിക്കുകയാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ത്യാഗപൂർവ്വം പങ്കെടുത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ അവസരത്തിൽ വിശുദ്ധ കുർബാനയിൽ എല്ലാവരും പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം ഇടവകയിലെ പാവപ്പെട്ട പെൺകുട്ടി വിവാഹ സഹായത്തിനായി നടത്തുന്ന സ്വപ്ന കാഴ്ച എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യുക. ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. ിലെ
വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ കാണാനേ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം നീരാ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രഹാത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മിശിഹായെ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാർ യോസേഫിൻ്റെയും മധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധ റൂഹായുടെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മനോരയിൽ അവിടത്തേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. Even when nobody else believes.
ഞാൻ ഇവളുടെ മൂത്ത വല്യപ്പൻ എന്ന നിലയിൽ ഞാൻ ഇവൾക്ക് ആശംസകൾ ഇന്നലെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് അവൾ അനുസരിച്ച് ജീവിച്ച അപ്പോൾ ഈ മല്ലപ്പള്ളിയിൽ നല്ലൊരു കുടുംബിനിയായി നല്ല ഭാര്യയായി ഇവിടെ ജീവിക്കും എന്നുള്ളതിന് എനിക്ക് ഉറപ്പുണ്ട്. സർവശക്തൻ വേണ്ടുന്ന കൃപ ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ അങ്ങ് എഴുന്നള്ളി അവിടുത്തെ കുറവുകളൊക്കെയും പരിഹരിച്ചതുപോലെ ഈ മക്കളുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ ബഹിർദമാക്കി കർത്താവെ ഇവരുടെ ജീവിതത്തെ അവിടെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് ശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.
Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You waltzed